Good morning everyone. 6th സെമസ്റ്ററിലെ നമ്മുടെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഓൺലൈനായി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൈത്തൺ ലാംഗ്വേജ് ബേസ്ഡ് ആയിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഒരു ഓവറോൾ പിക്ചർ ഓഫ് ദി പൈത്തൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ നമ്മൾ ഓൺലൈനായി നൽകുകയുണ്ടായി. അതിൻ്റെ റെക്കോർഡഡ് വീഡിയോയുടെ ലിങ്കും നേരത്തെ നൽകുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന ഈ മൊഡ്യൂളിലെ അതിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നൽകുന്നത്. സോ ഏറ്റവും ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം വാട്ട് ഈസ് എ ലാംഗ്വേജ്. സോ ദിസ് ഈസ് എ കമ്പ്യൂട്ടേഷണൽ ലാംഗ്വേജ്. സോ വാട്ട് ഈസ് എ ലാംഗ്വേജ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് ലാംഗ്വേജുകൾ കേട്ടിട്ടുണ്ട്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അറബിക്, സാൻസ്ക്രിറ്റ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകൾ നമുക്കറിയാം. 10,000-കണക്കിന് ലാംഗ്വേജുകളുണ്ട്. അതിൽ പലതും ഡെഡായി കഴിഞ്ഞ ലാംഗ്വേജുകളുണ്ട്, ലൈവായി ഉള്ള ലാംഗ്വേജുകളുണ്ട്. സോ വാട്ട് ഈസ് എ ലാംഗ്വേജ്? ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് വെറുതെ നമുക്ക് നോക്കാം. So the language is the method of human communication, either spoken or written, consisting of use of words in a structured and conventional way. അതേപോലെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ മറ്റൊരു ഡെഫിനിഷൻ നോക്കൂ. എ സിസ്റ്റം ഓഫ് കൺവെൻഷണൽ സ്പോക്കൺ മാനുവൽ or written symbols by means of which human beings as a member of a social group and participants in culture express themselves. So ഇങ്ങനെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ലാംഗ്വേജ് ഉണ്ട്. എനിവേ, ലാംഗ്വേജ് ദി ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്നും കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. സ്പോക്കൺ ആവാം, റിട്ടൺ ആവാം, consisting of use of words in structured and conventional way. That is very important. അല്ലേ, എപ്പോഴും ലാംഗ്വേജിന് അതിൻ്റേതായുള്ള ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരു മീനിങ് ഫുള്ളായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില ഗ്രാമറ്റിക്കൽ ആസ്പെക്റ്റുകൾ ഉണ്ടാവും. സോ ഗ്രാമർ ഒരു ഡെഫിനിഷനായിട്ട് ഒരു ഗ്രാമർ ഇല്ലാത്ത ലാംഗ്വേജ് ആണെങ്കിൽ പോലും അതിനൊരു ഗ്രാമർ ഉണ്ടാകും അല്ലേ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ലാംഗ്വേജ്. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ലാംഗ്വേജ്. ദെൻ വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് അപ് ടു ദി ഹ്യൂമൻ ബീയിങ്സ് അല്ലെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് ആയിരുന്നു. ബട്ട് now we are communicating with the machines or with the devices or with the electronic devices. So where we use the programming language, coding, right? So what is a programming language? So നമ്മൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? ഡിവൈസുകളുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. So a programming language is a vocabulary and set of grammatical rules. It's a vocabulary and set of grammatical rules for instructing a computer or a computing device to perform specific tasks. Okay, so a set of vocabulary. It contains a set of vocabulary. അല്ലെ, നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പദങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അതാണ് നമ്മുടെ വൊക്കാബുലറി എന്ന് പറയുന്നത്. അതേപോലെ സെറ്റ് ഓഫ് ഗ്രാമറ്റിക്കൽ റൂൾസ്. ഈ പദങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റണം അല്ലേ. അതിന് വേണ്ട ചില റൂളുകൾ ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജിന് അതിൻ്റെ റൂളുകൾ ഉണ്ടാവും, അറബിക്കിന് അതിൻ്റെ റൂളുകളുണ്ട്. മലയാളം ബൈ ബോൺ നമുക്കറിയാവുന്നത് നമ്മൾ അത്ര മാത്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം അല്ലേ. അതിനും അതിൻ്റേതായിട്ടുള്ള റൂളുകളുണ്ട്.
സോ ഇത്തരം റൂളുകളും സെറ്റ് ഓഫ് വൊക്കാബുലറിയും ചേർന്ന് ഒരു മെഷീനിനെ, ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ട അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലാംഗ്വേജാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കുറേ എക്സാമ്പിൾസ് ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബേസിക്, സി, സി പ്ലസ് പ്ലസ്, കൊബോൾ, ജാവ, അല്ലെ, ഫോർട്രാൻ, പാസ്കൽ, പൈത്തൺ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. So each programming language has a unique set of keywords, okay, and a special syntax for organizing program instructions. So keywords, നേരത്തെ പറഞ്ഞ വൊക്കാബുലറി നമ്മൾ കീവേഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അതേപോലെ ഇവിടെ എന്തുണ്ടാവും, ഗ്രാമറ്റിക്കൽ റൂൾസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻടാക്സ്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ലാംഗ്വേജിൻ്റെ കേസിൽ നമ്മുടെ ഗ്രാമറ്റിക്കൽ റൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻടാക്സ്. സിൻടാക്സും കീവേഡ്സും ചേർന്നതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടാക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ലാംഗ്വേജുകളിൽ തന്നെ പലതരത്തിലുള്ള ലാംഗ്വേജുകളുണ്ട്. സോ അതിൽ നമ്മൾ പരിചയപ്പെട്ടതിൽ കൂടുതലും ഹൈ ലെവൽ ലാംഗ്വേജുകളായിരുന്നു. സോ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് നമുക്ക് നോക്കാം. സോ നോക്കൂ, ഹൈ ലെവൽ ലാംഗ്വേജ് is a programming language that enables a programmer to write programs that are more or less independent of a particular type of computer. Such languages are considered high level because they are closer to the human languages and further far away from the machine languages. So മെഷീനിൽ മനസ്സിലാക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി 0 and 1 ആണ്, ബൈനറി ലാംഗ്വേജ് ആണ്. അത് മാത്രമേ മെഷീന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ആണെങ്കിലോ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ്, നമുക്ക് മനസ്സിലാകുന്ന, ബേസിക്കലി നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ലാംഗ്വേജാണ്. പക്ഷെ അതാർക്കും മനസ്സിലാവില്ല, മെഷീനിന് മനസ്സിലാക്കില്ല. സോ മെഷീനുമായി കണക്ട് ചെയ്തെടുക്കുന്ന മെഷീൻ ലാംഗ്വേജിന് നമ്മൾ പറയുന്ന പേരാണ് ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവലിൽ, ഡീപ്പ് ലെവലിൽ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ലാംഗ്വേജാണ് ലോ ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലേ. നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ലെവലിലുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, സോ ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണ് നേരത്തെ പറഞ്ഞത്. ഫോർട്രാൻ, സി, പാസ്കൽ, പൈത്തൺ, ഇതൊക്കെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ്. സോ മെഷീൻ ലാംഗ്വേജ്, ബൈനറിയിലുള്ള മെഷീൻ ലാംഗ്വേജ് ഒരു ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. So what is the composition of a high level language? It is a set of well-defined notations which is capable of expressing the algorithms. അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ, ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഹാർഡ്വെയറിലേക്ക്, ഡിവൈസിലേക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് നൊട്ടേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിന്റ് അല്ലേ, അതുപോലുള്ള ചില കമാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. സോ അസംബ്ലി, അതിൻ്റെ ഇടയിലും ചില ലാംഗ്വേജുകളുണ്ട്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലുള്ള ചില ലാംഗ്വേജുകൾ, അവർ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ല, നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജുകൾ. അതും ഡീപ്പ് ലെവൽ കോഡുകൾ തന്നെയാണ്, പക്ഷെ ബൈനറി കോഡല്ല. ബട്ട് വെരി നിയർ ടു ദി ബൈനറി, അല്ലെങ്കിൽ വെരി നിയർ ടു ദി മെഷീൻ ലാംഗ്വേജ്. സോ ദേ ആർ ദി മിഡ് ലെവൽ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നോക്കൂ, ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, മെഷീനിൽ നിന്നും ഏറ്റവും ദൂരത്തിൽ കിടക്കുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ് ഫോർട്രാൻ, സി, പാസ്കൽ. സോ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ദി ഫോർട്രാൻ.
It is the acronym of Formula Translation, which was developed in 1957. This is the first high-level language. So, ഒരു high-level languagesന്റെ features എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, first one, it should be machine independent. Machine means ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആവണം. ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ AMDയുടെ പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റലിൻ്റെ പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്, മോട്ടോറോളയുടെ പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനെ പ്രോസസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ പ്രോസസ്സിനും ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിലും നമുക്ക് ഒരേ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യാൻ പറ്റേണ്ടത്. So that is, it is called machine independent. അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ AMDയുടെ പ്രോസസ്സർ വാങ്ങിയാൽ, AMDയുടെ കമ്പ്യൂട്ടർ വാങ്ങിയാൽ അതിന് നമ്മളൊരു ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് എഴുതണം അല്ലേ. നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ അതിന് മറ്റൊരു പ്രോഗ്രാം എഴുതണം. The second feature is it must use simple syntax familiar to some human language like English. നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആവണം. ഇത്തിരി കൂടെ നമ്മുടെ ഇംഗ്ലീഷ് പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജുകളുടെ ഗ്രാമർ പോലെ അല്ലെങ്കിൽ സ്ട്രക്ചർ പോലെ ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചറുള്ള ഒരു സെയിം സിൻടാക്സ് വരുന്ന ലാംഗ്വേജ് ആയിരിക്കണം നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ്. മറ്റൊന്ന്, എബിലിറ്റി ടു റെപ്രസെന്റ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ലൈക്ക് ക്യാരക്ടേഴ്സ്, ഇൻറ്റിജേഴ്സ് എക്സെട്ര. സോ നമുക്കൊരു കമ്പ്യൂട്ടേഷണൽ കേസിൽ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള പേരുകളുണ്ടാവും, നമ്പേഴ്സുകളുണ്ടാവും, ലിസ്റ്റുകളുണ്ടാവും, മാട്രിക്സുകളുണ്ടാവും അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. സോ അവരെയൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. സോ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് arithmetic and logical operators that act on supported data types. Okay. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലേ നമുക്ക് ഒരുപാട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യേണ്ടി വരും, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും അല്ലേ, ഡിവൈഡ് ചെയ്യേണ്ടി വരും, മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും, കമ്പയർ ചെയ്യേണ്ടി വരും അല്ലെ, ലൂപ്പിംഗ് നടത്തേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊന്ന്, കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് ഫോർ ഡെസിഷൻ മേക്കിങ്സ്, ലൂപ്പിംഗ്, ബ്രാഞ്ചിങ് എക്സെട്ര. സോ ഇഫ് പോലുള്ള കണ്ടീഷൻസ് പലപ്പോഴും നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഇന്ന കാര്യം ചെയ്യണം, ഇഫ് ബി ലെസ് ദാൻ സി ഇന്ന കാര്യം ചെയ്യണം. സോ ഇങ്ങനെ കണ്ടീഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിന് വേണ്ടി, അതേപോലെ ലൂപ്പിംഗ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ നമ്മൾ നേരത്തെ ചെറിയ രീതിയിൽ പരിചയപ്പെട്ടിരുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമർ ഉണ്ടാവണം അല്ലേ, സെറ്റ് ഓഫ് വൊക്കാബുലറിയും ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പോരാ, മസ്റ്റ് ഹാവ് എ സെറ്റ് ഓഫ് സിൻടാക്സ് റൂൾസ് അല്ലെ, അതിന് നമ്മൾ ഗ്രാമറ്റിക്കൽ റൂൾസ് എന്ന് പറയാം, ദാറ്റ് സ്പെസിഫൈ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആൻഡ് സിംബൽസ് അല്ലേ. അക്ഷരങ്ങളും വാക്കുകളും ചേർത്ത് വെച്ച് ഒരു സെൻറ്റൻസായി മാറുന്നത് പോലെ ഇവിടെ കീവേഡ്സും വൊക്കാബുലറി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലൈൻ കിട്ടണമെന്നെങ്കിൽ നമുക്ക് സിൻടാക്സ് റൂൾസ് വേണം. അതേപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ഹാവ് എ സെറ്റ് ഓഫ് സെമാൻറ്റിക് റൂൾസ് that assigns single, precise and ambiguous meaning to each syntactically correct statement. സോ ഇപ്പോൾ നമ്മൾ ലാംഗ്വേജിൽ തന്നെ മലയാളത്തിൽ തന്നെ നോക്കൂ, വ്യത്യസ്ത സിറ്റുവേഷനിൽ ഒരേ ഒരു സെൻറ്റൻസ് ആണെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കൃത്യമായ ഗ്രാമറ്റിക്കലി കറക്റ്റായ ഒരു സെൻറ്റൻസ് ആണെങ്കിലും ഒരാളോട് നമ്മൾ പറയുകയാണ്, ഒരു തമാശക്ക് നമ്മൾ പറയാറുണ്ടല്ലേ കയറ് എന്ന് പറയാറുണ്ട്. സോ അത് സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വ്യത്യസ്ത മീനിങ് ആയിരിക്കണം. കയർ എന്ന് പറയുമ്പോൾ ഒരാളോട് വണ്ടിയിലേക്ക് കയറാൻ പറയാം, കയർ എന്നുള്ള അർത്ഥം കൊടുക്കാം അല്ലേ. വ്യത്യസ്ത സിറ്റുവേഷനിൽ വ്യത്യസ്ത മീനിങ് ആയിരിക്കും അത് വരുന്നത്. സോ അതേപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് മീനിങ് മാറുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. സോ ഇവർക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു അനാംബിഗ്വിസിറ്റി എവിടെ ഉണ്ടാവാൻ പാടില്ല, കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മളെപ്പോലെ വരാൻ പാടില്ല.
ഓക്കെ, സോ അത്തരത്തിലുള്ള ഓരോന്ന് സിറ്റുവേഷൻ കൃത്യമായുള്ള മീനിങ് അസൈൻ ചെയ്യുന്ന റൂളുകൾ നമ്മൾ പറയുന്ന പേരാണ് സെമാൻറ്റിക് റൂൾസ്. സിൻടാക്റ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കണ്ടീഷനിൽ കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്ന റൂൾസിനെ പറയുന്ന പേരാണ് സെമാൻറ്റിക് റൂൾസ്. സോ അത്തരത്തിലുള്ള സെമാൻറ്റിക് റൂൾസ് ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നോക്കൂ, ഇനി നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പ്രോബ്ലം വേണം അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കണം അല്ലേ. എന്നിട്ട് കമ്പ്യൂട്ടേഷണൽ കേസിൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ രണ്ട് കാര്യമാണ് ചെയ്യുക. ഒന്നെങ്കിൽ അതിന് അൽഗരിതം എഴുതും, മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പ്രോഗ്രാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്ന് എഴുതും. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരക്കും അല്ലേ. ഒന്നെങ്കിൽ അൽഗരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. സോ ദാറ്റ് ഈസ് ദി ഡിസൈനിങ് ഓഫ് ദി പ്രോഗ്രാം. സോ എങ്ങനെയാണ് നമ്മളതിനെ സോൾവ് ചെയ്യുക എന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ കയ്യിൽ നമുക്കറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട്, പൈത്തൺ ആണെങ്കിൽ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട്, സി ആണെങ്കിൽ സി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അൽഗരിതത്തെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ പ്രോഗ്രാമാക്കി മാറ്റണം അല്ലേ. സോ ദാറ്റ് ഈസ് ദി കോഡിംഗ് ഓഫ് ദി പ്രോഗ്രാം. അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. സോ ടെസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് അതും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം അതിൻ്റെ കറക്റ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ ഡോക്യുമെൻ്റ് ചെയ്യണം. ചിലപ്പോൾ പബ്ലിഷ് ചെയ്യേണ്ടി വരും, പൊതുജനങ്ങൾക്കൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോൾ സെല് ചെയ്യേണ്ടി വരും. സോ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്. സോ ഇത്രയും സ്റ്റെപ്പുകളാണ്, ജനറൽ സ്റ്റെപ്പുകളാണ് ഒരു പ്രോഗ്രാം ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. ഇപ്പം എന്തൊക്കെയാണ് നോക്കൂ. ഡിഫൈൻ ദി പ്രോബ്ലം, design the program by algorithm, code the algorithm or flowchart, code the program, test the program, then document and maintenance of the coded program. ഇത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഹൈ ലെവൽ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാകില്ല? കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിന് മനസ്സിലാകില്ല, പ്രോസസ്സറിന് മനസ്സിലാകില്ല. അതിന് വെറും ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് മാത്രമേ അതിന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായെങ്കിൽ മാത്രമല്ലേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കാണെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതി. സോ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ. സോ ഒരു ട്രാൻസ്ലേറ്റർ വേണം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഡിവൈസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കമ്പൈലർ ആവാം അല്ലെങ്കിൽ ഇന്റർപ്രിറ്റർ ആവാം. ഓരോ ലാംഗ്വേജിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കമ്പൈലർ ആവാം അല്ലെങ്കിൽ ഇന്റർപ്രിറ്റർ ആവാം. രണ്ടാണെങ്കിലും ചെയ്യുന്നത് ഒരു കാര്യം തന്നെ, പക്ഷെ രണ്ട് രീതിയിലാണെന്ന് മാത്രം. സോ നോക്കൂ, എന്താണ് ഒരു കമ്പൈലർ എന്ന് നോക്കാം. എ കമ്പൈലർ is a computer program. Again, it is another computer program that translates the source code into object code. Means നമ്മൾ എഴുതിയ കോഡിനെ, സോഴ്സ് കോഡ്, പ്രോഗ്രാമിങ്ങിനെ, ഈ ലെവൽ പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡായിട്ട്, ഓക്കെ, മീൻസ് ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു പ്രോഗ്രാമാണെന്ത് നമ്മുടെ കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈലറിന്റെ പ്രത്യേകത നോക്കൂ. ദാറ്റ് ടേക്സ് ആസ് ദ ഇൻപുട്ട് സ്പെസിഫിക്കേഷൻ ഫോർ an executable program and produces as output specification for another. Means കമ്പൈലർ ടോട്ടൽ പ്രോഗ്രാമിനെ ഒറ്റ ഇൻപുട്ടായിട്ട് അങ്ങ് എടുക്കുന്നു, അതൊരു ഒറ്റ ഔട്ട്പുട്ട് അങ്ങ് ജനറേറ്റ് ചെയ്യുന്നു. വലിയൊരു പ്രോഗ്രാം നമ്മൾ എഴുതി, ആ പ്രോഗ്രാമിനെ ഒരൊറ്റ ഇൻപുട്ടായിട്ട് എടുക്കുന്നു, അതിൻ്റെ
കംപ്ലീറ്റ് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നു, മീൻസ് ഒറ്റയടിക്ക് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. നേരെ മറിച്ച് ഇന്റർപ്രറ്റർ നോക്കൂ. ഇന്റർപ്രറ്റർ എങ്ങനെയാണ് നോക്കൂ. ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് സോഴ്സ് കോഡ് ഇൻടു ടാർഗറ്റ്, ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ആൻഡ് ഇവാലുവേറ്റ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് ലൈൻ ബൈ ലൈൻ അപ്പോൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വ്യത്യസ്ത രാഷ്ട്രതലവന്മാർക്കിടയിൽ ട്രാൻസ്ലേറ്റർ ഉണ്ടാവാറുണ്ട് അല്ലേ. സോ ഒരു ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യുന്നു, എല്ലാ പ്രസംഗവും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊത്തം സംസാരം കഴിഞ്ഞ് അതിനെ അദ്ദേഹം മൊത്തം സംസാരത്തെ ഒറ്റയടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. മറ്റൊരാളാണെങ്കിലോ ഒരു ലൈന് പറയുമ്പോൾ അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അതേ രീതിയാണ് ഈ കമ്പൈലറും ഇന്റർപ്രറ്ററും ചെയ്യുന്നത്. നമുക്കതിനൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ കമ്പൈലർ ടേക്സ് എൻ്റയർ പ്രോഗ്രാം ആസ് എ സിംഗിൾ ഇൻപുട്ട്. ഇന്റർപ്രറ്റർ ആണെങ്കിലോ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, ഓരോ ലൈനിനെയും ഓരോ ഇൻപുട്ട് ആയിട്ടാണ് എടുക്കുന്നത്. കമ്പൈലർ നോക്കൂ, ലെഫ്റ്റ് കമ്പൈലർ ആണ് കേട്ടോ. കമ്പൈലർ നോക്കൂ, ഇറ്റ് പ്രൊഡ്യൂസസ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ്. No intermediate object code is generated. Means നിങ്ങൾ C പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഫോർട്രാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ആദ്യം ഒരു ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്ന ചെറിയൊരു പ്രോഗ്രാം അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ അതിൻ്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം എവിടെ നടക്കുന്നില്ല, നമ്മുടെ ഇന്റർപ്രറ്ററിൻ്റെ കേസിൽ നടക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ നോക്കൂ, കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ഫാസ്റ്റ്. എവിടെ? കമ്പൈലറിൻ്റെ കേസിൽ. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് സ്ലോവർ. ഓക്കെ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ ലൂപ്പിംഗ് വരുന്ന ഫോർ ലൂപ്പുകൾ, വൈൽ ലൂപ്പുകൾ, ഇതൊക്കെ തന്നെ ഫാസ്റ്ററായിട്ട് കമ്പൈലറാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്റർപ്രറ്റർ കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിട്ടാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെമ്മറി റിക്വയർമെൻറ്റ് നോക്കൂ, മോർ. കാരണം ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും അതിൻ്റെ ഇടയിൽ ചെറിയൊരു കോഡ് വീണ്ടും ജനറേറ്റ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മെമ്മറി ആർക്ക് ആവശ്യമുണ്ട്? നമ്മുടെ കമ്പൈലറിന് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്റർപ്രറ്ററിൻ്റെ കേസിൽ ലെസ് മെമ്മറിയെ നമുക്ക് ആവശ്യമായി. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ബൈനറിയിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി പ്രോഗ്രാം നീഡ് നോട്ട് ബി കമ്പൈൽഡ് എവറി ടൈം. അതിന് കാരണം ഇവിടെ നമ്മൾ പറഞ്ഞൊരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒബ്ജക്റ്റ് കോഡിനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്, മെഷീനിന് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇന്റർപ്രറ്ററിൻ്റെ കേസിൽ ഓരോ തവണയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, മറ്റൊന്ന് എറേഴ്സ് ആർ ഡിസ്പ്ലേഡ് ആഫ്റ്റർ ദ എൻ്റയർ പ്രോഗ്രാം. കാരണം എൻ്റയർ പ്രോഗ്രാമിനെയാണല്ലോ നമ്മൾ കമ്പൈൽ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഒരു പ്രോഗ്രാമിന് മൊത്തം ആണ് നമ്മൾ എന്ത് കാണുന്നത്, അതിന് മൊത്തമുള്ള എററുകളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. പക്ഷേ ഇന്റർപ്രറ്ററിൻ്റെ കേസിൽ നോക്കൂ, ഓരോരോ ഇൻസ്ട്രക്ഷൻ വൈസ് ആയിട്ടാണ്, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും എറർ അപ്പോൾ നമുക്ക് പിന്നെ എറർ ഫ്രീ ആക്കിയിട്ട് പോവാൻ കഴിയും. സോ സം എക്സാമ്പിൾസ് നോക്കൂ, കമ്പൈലറിന് എക്സാമ്പിളാണ് C, ഫോർട്രാൻ. എക്സാമ്പിൾ ഓഫ് ഇന്റർപ്രറ്റർ നോക്കൂ, ബേസിക് പൈത്തൺ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൈത്തൺ is an example for the interpreted language. Okay.